ബാലകൃഷ്ണൻ ഇപ്പോൾ ആ, മോദിയുടെ പരിപാടി ഈ തൃശ്ശൂർ പരിപാടി എന്ന് പറയുന്നത് ബി.ജെ.പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതെ. ആദ്യം അവർ തുടങ്ങുന്നു എന്ന രൂപത്തിൽ വിലയിരുത്തുന്നവരുണ്ട്. അതല്ല, ആദ്യമേ വന്നങ്ങ് പോകുന്നതാണ് ബുദ്ധി, കേരളത്തിൽ എന്തായാലും വേര് പിടിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് നേരത്തെ വന്നങ്ങ് മോദി പോവുകയാണ് എന്ന വ്യാഖ്യാനവുമുണ്ട്. ഇല്ല, ഞാൻ ആദ്യം പറഞ്ഞതിനകത്താണ് അതാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നത്. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തുടക്കം തന്നെയായിട്ടാണ് ഞാനിത്, അതിൻ്റെ പ്രചാരണ തുടക്കമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇവിടെ നികേഷ് എന്താണ് കേരളത്തിൽ ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ വേറൊരു കാര്യമാണ് വിലയിരുത്തുന്നത്. ഒന്നാമത് നോക്കൂ, ഇന്ത്യയിൽ ഈ BJP അതിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ പുലർത്തുന്ന സൂക്ഷ്മത അത് അസൂയാവഹമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ രണ്ട് തരത്തിലാണ് എപ്പോഴും തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ തീരുമാനിക്കപ്പെടുക. ഒന്ന് മൈക്രോ ഇഷ്യൂസ് ഉണ്ട്, ഒന്ന് മാക്രോ ഇഷ്യൂസ് ഉണ്ട്. വളരെ സൂക്ഷ്മമായ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ആ സൂക്ഷ്മമായ വിഷയങ്ങളെ വലിയ പ്രചാരണ വിഷയമാക്കി മാറ്റുന്നതിൽ വളരെ എന്താ പറയുക അസാമാന്യമായ പാഠവും BJP പുലർത്തുന്നത് 2014-ലും 2019-ലും നമുക്ക് കാണാൻ കഴിയും. 2024 എന്താണ് BJP ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് തൃശ്ശൂരിൽ നടന്ന സ്ത്രീ ശാക്തീകരണ പരിപാടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഇന്ത്യയുടെ ഒരു വോട്ടിംഗ് ചരിത്രം എടുത്തു നോക്കിയാൽ ഈ സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനം വലിയ രീതിയിൽ ഉയരുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ നടന്ന 4-5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ 1-2 കണക്കുകൾ പറയാം. മധ്യപ്രദേശിൽ 78.21% പുരുഷന്മാർ വോട്ട് ചെയ്തത്, 78.21. സ്ത്രീകൾ 76.03, 2% വ്യത്യാസമേ ഉള്ളൂ. ഛത്തീസ്ഗഡിൽ 76.4 പുരുഷന്മാർ വോട്ട് ചെയ്തത്, 76.2 സ്ത്രീകൾ വോട്ട് ചെയ്തത്. എത്ര അടുത്താണ് എന്ന് നോക്കൂ. മിസോറാമിൽ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാളും കൂടുതൽ വോട്ട് ചെയ്തത്. പുരുഷന്മാർ 80% വോട്ട് ചെയ്തത്, 80.66%. അതേസമയം സ്ത്രീകൾ 81.25%. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളിൽ ഒരു നിർണായകമായ ഫോഴ്സായി സ്ത്രീകൾ മാറിയിട്ടുണ്ട്. ഇത് നന്നായി ബോധ്യപ്പെട്ടിട്ടുള്ള പാർട്ടിയാണ് BJP. അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഞാൻ ഈ സ്ത്രീ ശാക്തീകരണ പരിപാടി ഇവിടെ കണ്ടത്. 2 ലക്ഷം സ്ത്രീകളെ അണിനിരത്തുന്നു എന്ന് പറയുന്നത്. അത് കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്നേ ഉള്ളൂ. കേരളത്തിൽ 2024 ഇതുകൊണ്ടൊരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് BJP വിചാരിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ അവർ അഭിസംബോധന ചെയ്യാൻ പോകുന്നത് ഈ സ്ത്രീ വോട്ടർമാരെയാണ്. ഇത് വളരെ സൂക്ഷ്മമായി BJP നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയും ടോയ്ലറ്റ് കൊടുത്തു എന്ന് പറയും. ടോയ്ലറ്റ് കൊടുത്തു ഒരു വലിയ പ്രശ്നമാണോ എന്ന് പറയും. കേരളത്തിൽ അത് പ്രശ്നമല്ല. പക്ഷേ ഞാൻ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ശൗചാലയം എന്ന് പറയുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. എന്ന് മാത്രമല്ല 4:30 മണി 5 മണിക്ക് വെളുപ്പാങ്കാലത്ത് മുമ്പാണ് ഈ സ്ത്രീകൾ ടോയ്ലറ്റുകളിലേക്ക് പോവുക. നോക്കൂ, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന സമയവും അതാണ്. ഇപ്പോൾ ഈ ടോയ്ലറ്റ് വരുന്നു എന്ന് പറയുന്നത്, ഇതാണ് ഞാൻ പറഞ്ഞ മൈക്രോ ഇഷ്യൂ എന്ന് പറയുന്നത്. ടോയ്ലറ്റ് കിട്ടുന്നു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ചാണക വരളിയിട്ടിട്ടാണ് ഈ സ്ത്രീകൾ അവിടെയൊക്കെ ഈ അടുപ്പ് കൂട്ടുക. അവിടേക്കാണ് ഈ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള സിലിണ്ടർ വരുന്നത്. നോക്കൂ, നമ്മൾ ഭരണഘടന, മതേതരത്വം, പൗരത്വം, ജനാധിപത്യം, OBC റിസർവേഷൻ എന്നൊക്കെയുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ പറഞ്ഞ, ഇപ്പം നേരത്തെ സുജയ സൂചിപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ, ഈ ഉജ്ജ്വല പദ്ധതി, അതേപോലെ 1250 രൂപ സ്ത്രീകൾക്ക് കൊടുക്കുന്നു. ഇത് കോൺഗ്രസിന് ഗുണം ചെയ്തിട്ടുണ്ടെന്നേ. ഇപ്പോൾ കർണാടക തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കോൺഗ്രസ് വിജയിക്കുന്നത്? കോൺഗ്രസ് കൊടുത്ത വാഗ്ദാനങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഏത് വിഭാഗത്തിനായിരുന്നു? സ്ത്രീകളെ മുൻനിർത്തിയാണ് അല്ലേ? ഫ്രീ ട്രാൻസ്പോർട്ട്, അതേപോലെ തന്നെ വിദ്യാഭ്യാസം, അങ്ങനെയൊക്കെ. ഇപ്പോൾ 1 രൂപയ്ക്ക് സാനിറ്ററി പാഡ് എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നമല്ല, പക്ഷേ അത് ഉത്തരേന്ത്യയിൽ ഒരു വലിയ പ്രശ്നമാണ്. പക്ഷേ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, ഈ കണക്കുകൾ, ഈ പറയുന്ന കണക്കുകൾ തെറ്റാണ് എന്നൊരു അല്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് അല്ല, ഈ കോടികളുടെ കണക്കാണല്ലോ അല്ല ഈ പറയുന്നത് ഞാൻ പറയുന്നത് അല്ല, അതിലേക്ക് വരാം സ്മൃതി. ഇപ്പം ഞാൻ പറയുന്നത് എത്ര ടോയ്ലറ്റ് കൊടുത്തു അല്ലെങ്കിൽ എത്ര സാനിറ്ററി പാഡ് കൊടുത്തു എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞ അതിൻ്റെ ആ വിഷയം തിരഞ്ഞെടുക്കുന്നതിലൊരു സൂക്ഷ്മതയാണ്. ആ സൂക്ഷ്മത എന്ന് പറയുന്നത് ഈ ഡയറക്റ്റായിട്ട് മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയുള്ള വിഷയങ്ങളിലേക്ക് BJP വളരെ വേഗത്തിലെത്തുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചാൽ, ഇനി BJP ഹിന്ദുത്വം പറയേണ്ട ഇന്ത്യയിൽ. അവരത് ഗംഭീരമായി ബൈ ഡിഫോൾട്ടാണ് ആ സാധനം അവിടെ ഉണ്ട്. ഇപ്പോൾ പൗരത്വ നിയമം നടപ്പാക്കാൻ പോകുന്നു, അയോധ്യ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു, ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ പോകുന്നു, കാശ്മീരിൻ്റെ പദവി എടുത്ത് കളഞ്ഞു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു സൈഡിൽ കൂടി അവർ ചെങ്കോല് സ്ഥാപിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കുന്നുണ്ട്. അതിനിപ്പുറത്ത് ഈ പറയുന്ന ഏറ്റവും ഫോർമിഡബിൾ വോട്ടിംഗ് ഫോഴ്സായി മാറിയിട്ടുള്ള സ്ത്രീകളെ ഒരു കണക്കൂടി പറയാം. നോക്കൂ, ഇപ്പം 1970 55% സ്ത്രീകൾ കേരളത്തിൽ ഇന്ത്യയിൽ വോട്ട് ചെയ്തിട്ടുള്ളൂ. 55%, 70-ലാണ് കേട്ടോ. 2014
2019 അത് 75%. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് തമ്മിൽ നോക്കിയോ, 2014 70% 2019 ആകുമ്പോൾ 75.1%, അതായത് 5.1% വർധന. സ്ത്രീകൾ എൻ ബ്ലോക്കായിട്ടാണ്. ഛത്തീസ്ഗഡിൽ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഈ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്യൂ കണ്ടത് സ്ത്രീകളുടെ നിരയാണ്. അപ്പോൾ സ്ത്രീകളൊരു വലിയ ഫോഴ്സായിട്ട് വരുന്നത് മാത്രവുമല്ല, ഇന്ത്യയിൽ പഠനങ്ങൾ പറയുന്നൊരു കാര്യം, മുമ്പൊക്കെ പുരുഷന്മാർ പറയും ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്തേക്കെന്ന് പറയും, ഭാര്യയോടെ അല്ലെങ്കിൽ മകളോട് പറയും. ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ തന്നെ അവർ കേൾക്കില്ല. അപ്പോൾ അവരെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത്? ഈ 2024 ഇപ്പം നമ്മൾ ഈ OBC റിസർവേഷനെ കുറിച്ചും സെൻസസിനെ കുറിച്ചും സംസാരിച്ചപ്പോൾ ഒറ്റ അടിയാണല്ലോ നരേന്ദ്രമോദി. വിമൻ റിസർവേഷൻ, സ്ത്രീകൾക്ക് സംവരണം, അതാണല്ലോ ഇന്ന് വന്നിട്ട് ഏറ്റവും വലിയ പ്രഖ്യാപനമായിട്ട് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ പറയുന്നത് ഇത് പഠിക്കേണ്ട ഒരു കാര്യമാണെന്നാണ്. ഇത് ഞാൻ ഈ പറയുന്ന ഒരു ഇഫക്റ്റും ഈ BJPയുടെ ഇന്നത്തെ നരേന്ദ്രമോദിയുടെ പ്രചാരണം കൊണ്ട് കേരളത്തിലുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിനകത്ത് എനിക്കൊരു വിഷയത്തിലുമില്ല. അതൊന്നും സംഭവിക്കില്ല. ഇപ്പം നികേഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ കുടുംബശ്രീ നടപ്പാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അവരുടെ വോട്ടിംഗ് ശതമാനം എപ്പോഴും കൂടുതലായിരുന്നു. ഈ പറഞ്ഞ കണക്ക് എല്ലാ മേഖലകളിലും സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ മുന്നിൽ നിന്നിട്ടുള്ള, അത് പഞ്ചായത്ത് തലം മുതൽ ഇങ്ങോട്ടേക്ക് മുന്നിൽ നിന്നിട്ടുള്ള സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഇവിടെ ഇതൊന്നും വിലപ്പോകില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാനിതിനെ ഒരു ദേശീയ പ്രചാരണ സ്വഭാവത്തിലേക്ക് എടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ പുലർത്തുന്ന BJP പുലർത്തുന്ന ഒരു സൂക്ഷ്മത ഈ കാര്യത്തിൽ വലിയ രീതിയിൽ വളരെ വളരെ ശ്രദ്ധേയമാണ്. പിന്നെ നേരത്തെ നികേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ കുട്ടിമാളു അമ്മ, അക്കാമ ചെറിയാൻ, റോസമ്മ പുന്നൂസ് എന്നൊക്കെ. തൃശ്ശൂരായതുകൊണ്ടാണ് നികേഷെ അക്കമ്മ ചെറിയാനും റോസമ്മ പുന്നൂസും വരുന്നത്. അത് വളരെ സൂക്ഷ്മതയാണ്. അത് വളരെ അത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് AV കുട്ടിമാളി അമ്മയെ പറയുന്നു, പിന്നെ അക്കാമ ചെറിയാമ്മനെ പറയുന്നു. റോസമ്മ പുന്നൂസ് കേരളത്തിൽ PT പുന്നൂസിൻ്റെ ഭാര്യയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാണ്, പല തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചിട്ടുണ്ട്. നിശ്ചയമായും ഇടുക്കിയിൽ ആദ്യത്തെ ദേവികുളത്ത് മത്സരിച്ചിട്ടുള്ള ഒരു ചരിത്രവും ഉണ്ടെങ്കിൽ പോലും അവിടെ എടുത്തു പറയേണ്ട അത്ര വലിയൊരു പേരാണോ റോസമ്മ പുന്നൂസിൻ്റെ? പക്ഷേ റോസമ്മ പുന്നൂസ് അവിടെ വേണം, അക്കാമ ചെറിയാൻ അവിടെ വേണം. അത് കൃത്യമായ ഒരു കോമ്പിനേഷൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ അടുത്ത ഘട്ടത്തിൽ അത് വരാം. ഞാൻ പറഞ്ഞത് BJPയുടെ ഈ അടുത്ത ഈ പറയുന്ന 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത് കൃത്യമായും സ്ത്രീ സമൂഹത്തിൻ്റെ വോട്ടാണ്. അവരെ ഇപ്പുറത്തോട്ട് പൂളിയുക എന്നുള്ളതാണ്. അതിന് വലിയ പദ്ധതികൾ കൊണ്ടുവരും. ഇപ്പം ഈ ലാഡ്ലി ലക്ഷ്മി യോജന എന്ന് പറയുന്നത്, ഈ 160 സീറ്റില്ലേ ഭോപ്പാലിൽ നേടുന്നത്, 160 സീറ്റ് മധ്യപ്രദേശിൽ നേടുന്നു എന്ന് പറയുന്നത് കൃത്യമായി സ്ത്രീ വോട്ടാണ്. ആ വോട്ടിൽ എല്ലായിടത്തും അതെ. ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക്, പക്ഷേ KCR അവിടെ വിജയിച്ചിട്ടില്ല. KCRന് ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു അവിടെ, ഈ പറയുന്ന സ്ത്രീകൾക്ക് പിന്നെ വിവാഹത്തിന് പൈസ കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ പറയുക, അത് വലിയ അഴിമതി ആരോപണങ്ങൾ നേരിട്ട സർക്കാർ. അതായത് 10 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപയെ കിട്ടുള്ളൂ, ബാക്കി 6 ലക്ഷം രൂപ ഇടനിലക്കാർ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ആ പദ്ധതിയിൽ വെട്ടിപ്പ് നടത്തിയവർക്കെതിരെ സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ആ രീതി. അപ്പോൾ ഇങ്ങനെ സ്ത്രീകളെ കൃത്യമായി പിടിക്കാൻ കഴിയുന്ന ഒരു വലിയ പദ്ധതിയാണ് ഈ 2024 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ BJP നടപ്പാക്കാൻ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഞാൻ ഈ സമ്മേളനത്തെ കാണുന്നത്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ഈ ഗ്യാരണ്ടി ഫലിക്കുമെന്നുള്ള ചോദ്യമാണല്ലോ ഉയരുന്നത്. കേരളത്തിൽ അങ്ങനെ ചർച്ചയില്ല സ്മൃതി. കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ്. ഇവിടെ 2024 ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം BJPക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഇന്നിപ്പോൾ ഈ തൃശ്ശൂരിൽ വന്നിട്ട് ഒരു ശ്രമം നടത്തുന്നു. ആ ശ്രമം വിജയിക്കട്ടെ. ഇപ്പോൾ അവർ നേരത്തെ പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണല്ലോ കേരളത്തിൽ അവർ കാണുന്നത്, തിരുവനന്തപുരവും അതുപോലെ തന്നെ തൃശ്ശൂരും. ഈ 2 മണ്ഡലങ്ങളിലെ വിജയ 5-6 സീറ്റുകൾ അവർ കാണുന്നുണ്ട്. എന്നാലും നമുക്കിപ്പോൾ നമ്മളുടെ ഒരു വിവരം 2014 2019 തെരഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ പെർഫോമൻസ് എന്ന് പറയുന്നത് ഈ 2 മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ടെങ്കിലും ഒരു വിജയ സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ തൃശ്ശൂരിൽ വോട്ട് ശതമാനം ഉയർത്തിയിട്ടുള്ളത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ ഇന്നിപ്പോൾ BJPയുടെ ഔദ്യോഗിക നേതൃത്വത്തിലുണ്ടോ എനിക്കറിയില്ല. അയ്യോ, ശോഭാ സുരേന്ദ്രൻ മറ്റേ കൊച്ചിയിലെ മോദിയുടെ പരിപാടിയിൽ കാണികളിൽ ഒരാളായിരുന്നു. പക്ഷേ ഇന്ന് ലോഞ്ച് ചെയ്യുന്ന പരിപാടിയിൽ ശോഭാ സുരേന്ദ്രൻ സദസ്സിലായിരുന്നു. ഇന്ന് ശോഭാ സുരേന്ദ്രൻ തൃശ്ശൂരിലെ ഈ പറയുന്ന പിന്നെ വളരെ കൃത്യമായിട്ട് എന്താ പറയുക, ഞാൻ ഈ പറഞ്ഞ ഈ അക്കാമ ചെറിയാൻ്റെയും റോസമ്മ പുന്നൂസിൻ്റെ ഒക്കെ പേര് പറയുക. അതുപോലെ ഇറാഖിൽ, അതാണ് ഞാൻ വിട്ടുപോയത്, ഇറാഖിൽ നഴ്സുമാരെ കൊണ്ടുവന്നത് അത് ഞങ്ങളാണ് എന്ന് പറയുക. ഇതൊക്കെ ഒരു തരത്തിലുള്ള വൂവിങ് ആണ്. നമ്മൾ ഇറാഖിൽ നിന്ന് ഒരു നിശ്ചിത പ്രദേശത്തുണ്ടായിരുന്ന കുറേ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ വേറെയും സർക്കാരുകൾ ഉണ്ടായിരുന്നല്ലോ. കുവൈറ്റ് യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഇവാക്വേഷൻ അതിൻ്റെ വോളിയം നോക്കുകയാണെങ്കിൽ
ഇത്രയും ചരിത്രപരമായ രീതിയിലുള്ള ഒരു സംഭവം വേറെ നമുക്ക് ചൂണ്ടിക്കാണിക്കില്ല. അന്ന് നമ്മുടെ KP ഉണ്ണികൃഷ്ണനും അന്ന് യൂണിയൻ ഐക്യമുന്നണി സർക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇറാഖിൽ നിന്ന് കൊണ്ടുവന്നത് ഒന്നുമല്ല സാധാരണ കാര്യം. അല്ല, പക്ഷെ ആ സൂക്ഷ്മ ബുദ്ധിയാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം വെച്ചാൽ ഈ പറയുന്ന ഇത്തരം കാര്യങ്ങളിനകത്ത് ചെയ്ത കാര്യങ്ങൾ Meet the editors.